വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടതിന് പിന്നാലെ കർശന നടപടിയുമായി ഗതാഗത വകുപ്പ്. മദ്യപിച്ചെത്തുന്നവരെ ഇനി മുതൽ KSRTC ബസ്സിൽ കയറ്റില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. KSRTC ബസ്സിൽ മദ്യപന്മാരെ ഇനി കയറ്റില്ല. മദ്യപിച്ചെത്തുന്നവരെ ബസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് കണ്ടക്ടർമാർക്ക് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി. അതെങ്ങനെ തിരിച്ചറിയും? എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. കുടിച്ചിട്ട് വരുന്ന പിന്നെ എന്ത് ഇൻ ചെയ്ത് പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് വരുമോ? അങ്ങനെ വരത്തില്ലല്ലോ. ഒരു മദ്യപിച്ച് വരുന്നൊരു വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഒരു നമ്മളെ ഗതാഗത മന്ത്രി ഇങ്ങനെ എന്തെങ്കിലും ഒരു വൈറലായിട്ടുള്ള ടോപ്പിക്ക് വരുമ്പോഴേക്കും ഇനി KSRTC ബസ്സിൽ ഇങ്ങനെ മതി. ഈ സംഭവം ആദ്യത്തെ സംഭവമൊന്നുമില്ല. ഇതിന് മുമ്പും വെള്ളം അടിച്ചിട്ട് ബസ്സിൽ ഇരുന്ന് കുലുക്കി സർബത്ത് പരിപാടി കാണിച്ച സംഭവങ്ങൾ ഈ ഇടയ്ക്ക് വരെ ഉണ്ടായി. എന്നിട്ട് അപ്പരൊന്നും ഈ പുള്ളിക്കാരൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ളവരെ ബസ്സിൽ കയറ്റരുത്, കുടിക്കുന്നവരെ ബസ്സിൽ കയറ്റരുത്, കഞ്ചാവ് അടിക്കുന്നവരെ ബസ്സിൽ കയറ്റരുത്. അന്നിങ്ങനെയൊന്നും പറഞ്ഞില്ല. ആ സംഭവം ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടതാണ്. ഒരു പെൺകുട്ടി ബസ്സിൽ പോയപ്പോൾ ഇരുന്ന് കുലുക്കി സർബത്ത് അടിക്കുന്നത്. ട്രെയിനിലൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരുവിധം സ്ത്രീകൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചില ജാക്കി വെക്കാനായിട്ട് ട്രെയിനിൽ കയറുന്നവന്മാരുണ്ട്. തിരക്കുള്ള ട്രെയിനിൽ പല കരപ്പത്തരവും കാണിക്കും. പെണ്ണുങ്ങളെ നേരെ പല പരാക്രമം കാണിക്കുന്നവന്മാരും ഉണ്ട്. ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു കൈയില്ലാത്തൊരു കാവറക്കിയില്ലേ, അവനെ പണ്ടേ തൂക്കിക്കൊന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ? ഇവനെന്തോ ചെയ്യാൻ പോകണം? ഇവനിപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന? സർക്കാർ സേവയിൽ അവന് ബിരിയാണി, അവന് കയറ്റാൻ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്ര സാക്ഷികളുണ്ടായിട്ട് ഒരു നടപടി എടുക്കാൻ പറ്റത്തില്ല. വെന്റിലേറ്ററിൽ ആ പെണ്ണ് ഇന്നോ നാളെയെന്നും പറഞ്ഞ് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. നമ്മളെ നിയമം ഇങ്ങനെയാണ്. നമ്മളെ നിയമ സംവിധാനങ്ങളും സിസ്റ്റങ്ങളൊക്കെ ഇങ്ങനെയാണ്.